മറുപടി തരും. വ്യക്തമായി ഞാൻ പറയാം. ബഹ്റിൽ നിന്നൊരു സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, തൻ്റെ മകളുടെ പഠനം പൂർത്തീകരിക്കുവാനായി പ്രാർത്ഥിക്കണം. പകുതിക്ക് വെച്ച് അവൾ പഠിത്തം നിർത്തി കേരളത്തിൽ നിന്ന് ബഹ്റിനിലേക്ക് വന്നു. പാസ്റ്റർ, എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ഇനി 6 മാസമേ ഉണ്ടായിരുന്നുള്ളൂ, എന്താ സംഭവിച്ചെന്നറിയത്തില്ല, എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം. എൻ്റെ കുഞ്ഞിപ്പോഴും എൻ്റെ അടുത്തുണ്ട്, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിലൊന്ന് കൊടുക്കാം. ഞാൻ ആ കുഞ്ഞിൻ്റെ ഈ ഫോൺ കൊടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, മക്കളെ എന്താണ് നിൻ്റെ പ്രശ്നം, എന്തുകൊണ്ടാണ് നീ പഠിത്തം നിർത്തിയത്? അങ്ങളെ, ഞാൻ പഠിക്കാൻ പുസ്തകം എടുക്കുമ്പോൾ എനിക്ക് തല കറങ്ങുകയാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, മാനസികമായി ഞാൻ വല്ലാതെ വയലൻ്റ് ആകുക, എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചില കൂട്ടുകാരുടെ കൂടെ ഒരു ടൂർ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അതിനുശേഷം ഞാൻ ചെയ്യുന്നതെല്ലാം എന്തോ ഫാൾട്ട് എൻ്റെ മുമ്പിൽ, എന്നെ ആരോ കൊല്ലാൻ വരുന്നത് പോലെ ഒരു തോന്നൽ എൻ്റെ മുമ്പിൽ. അങ്ങളെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് പഠിക്കണം, എൻ്റെ അമ്മയുടെയും പപ്പയുടെയും കണ്ണുനീര് എനിക്ക് മറുപടി കൊടുക്കണം. പക്ഷെ എനിക്കത് കഴിയുന്നില്ല. ഞാനീ പറഞ്ഞു, മക്കളെ, സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു 15-20 മിനിറ്റ് ഫോണിലൂടെ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. കൂടപ്പുറപ്പുകളെ പറയട്ടെ, ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ മമ്മി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ, ഒത്തിരി നന്ദിയുണ്ട്, എൻ്റെ കുഞ്ഞ് കുളിച്ച് ഫ്രഷായി അവൾ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നു പാസ്റ്റർ. ആ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ മാനസിക നിലകൾക്ക് വ്യത്യാസം വരുത്തി പാസ്റ്റർ. എൻ്റെ കുഞ്ഞിപ്പോൾ പ്രാർത്ഥിക്കുന്നു, ഞാൻ കണ്ടുകൊണ്ടാണ് ഞാൻ പാസ്റ്ററെ വിളിക്കുന്നത്. പാസ്റ്റർ, എൻ്റെ കുഞ്ഞിന് വേണ്ടി മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് ആ പ്രിയപ്പെട്ട സഹോദരി ബഹ്റിൽ നിന്ന് വിളിച്ച് പറയുകയുണ്ടായി. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതുമായ കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്.